പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. മുടികൊഴിച്ചിൽ അകറ്റാനായിട്ട് നെല്ലിക്കയും അലോവേറയും ഏതൊക്കെ രീതിയിൽ ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ഫലപ്രദം എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. നെല്ലിക്കയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. കൊളാജൻ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. മുടി ബലപ്പെടുത്താൻ കൊളാജൻ പ്രൊഡക്ഷൻ അത്യാവശ്യമാണ്. മാത്രമല്ല ഹെയർ സ്കാൽപ്പിലുണ്ടാകുന്ന ചൊറിച്ചിൽ, താരൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാനും നെല്ലിക്ക നല്ലതാണ്. നാച്ചുറലായിട്ടുള്ളൊരു കണ്ടീഷണറായിട്ട് അലോവേറ പ്രവർത്തിക്കും. മുടിയുടെ അകാല നര മാറ്റാൻ നെല്ലിക്ക നല്ലതാണ്. നെല്ലിക്കയിലുള്ള അയൺ കണ്ടൻറ്റ് നര മാറാൻ സഹായിക്കും. മുടിയുടെ ശിരോചർമ്മം ബലപ്പെടുത്താൻ, അതായത് ഹെയർ ഫോളിക്കിൾസിന് ബലം നൽകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. മുടിയുടെ റൂട്ട് മുതൽ അറ്റം വരെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നെല്ലിക്ക വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അലോവേറ നല്ലൊരു കണ്ടീഷണറാണ്. മുടിയുടെ ഫ്രിസിനെസ് മാറാനും ഡ്രൈനെസ് അകറ്റാനും മുടി സോഫ്റ്റ് ആവാനും മുടിയുടെ അറ്റം പിളരുന്നത് തടയാനും അലോവേറ സഹായിക്കും. അപ്പോൾ ഏതൊക്കെ രീതിയിൽ അലോവേറയും നെല്ലിക്കയും പാക്കായിട്ടിടുമ്പോഴാണ് കൂടുതൽ നല്ലത് നമുക്ക് നോക്കാം. 2 ടേബിൾ സ്പൂൺ നെല്ലിക്ക ജ്യൂസ് അല്ലെങ്കിൽ നെല്ലിക്ക പൗഡർ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അലോവേറയുടെ ജെല്ലെടുക്കുക. നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന അലോവേറയുടെ ജെല്ലെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. മേടിക്കുന്ന അലോവേറയെക്കാട്ടിലും നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന അലോവേറയുടെ ജെല്ലെടുക്കുന്നതായിരിക്കും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിക്കുക. താരനുണ്ടെങ്കിൽ മാത്രം ഒരു നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക. ഇത് നല്ലപോലെ പേസ്റ്റാക്കി സ്കാൽപ്പിലും മുടിയുടെ അറ്റം വരെയും പുരട്ടുക. ഹെയർ റൂട്ട് മുതൽ ഹെയറിൻ്റെ അറ്റം വരെ പുരട്ടുക. മുടി ഒന്ന് വെറ്റാക്കിയതിന് ശേഷം വേണം ഈ ഒരു മാസ്ക് പുരട്ടാനായിട്ട്. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഈ മുടി ഒന്ന് കെട്ടിവെക്കാം. ഒരു ഹെയർ മാസ്ക് ഉപയോഗിച്ചൊന്ന് കെട്ടിവെച്ചാൽ നന്നായിരിക്കും. അങ്ങനെ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞ് കഴുകി കളയുമ്പോൾ മുടി നല്ല സോഫ്റ്റ് ആവുകയും മുടിയുടെ ഫ്രിസിനെസ് മാറുന്നതായിട്ടും നരയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചെറിയ മാറ്റം വരുന്നതായിട്ടും ഒക്കെ കണ്ടുവരാം. ഒരുപാട് നര മാറുന്ന കാര്യമല്ല, ചെറിയ രീതിയിലൊക്കെ നരയുടെ ആരംഭമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ താരൻ്റെ പ്രശ്നം കൂടുതലായിട്ടുണ്ടെങ്കിൽ അല്ലെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അലോവേറ ജെല്ല് 2 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെല്ലിക്ക ജ്യൂസ് എടുക്കുക, അല്ലെങ്കിൽ നെല്ലിക്ക പൗഡർ മിക്സ് ചെയ്യുക. അതിലേക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുന്ന ഉലുവ 2 ടേബിൾ സ്പൂൺ ഉലുവ, അല്ലെ മുടിയുടെ തിക്നെസ്സിന് ആവശ്യമായ അളവിന് ഉലുവ എടുക്കുക. അത് തലേദിവസം രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ അത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ആ മിശ്രിതത്തിലേക്ക് വേണം നെല്ലിക്ക ജ്യൂസ് 2 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്കാൽപ്പിൽ മുടിയുടെ റൂട്ട് മുതൽ അറ്റം വരെ പുരട്ടുക. അതും ഈ പറഞ്ഞതുപോലെ മുടിയൊന്ന് വെറ്റായതിന് ശേഷം ഈ മാസ്ക് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഹെയർ ക്യാപ്പ് ഉപയോഗിച്ചൊന്ന് കെട്ടിവെച്ച് 45 മിനിറ്റ് കഴിയുമ്പോൾ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്ത് കഴുകിക്കളയാവുന്നതാണ്. അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഹെയർ പാക്കാണ്. 2 ടേബിൾ സ്പൂൺ നെല്ലിക്ക ജ്യൂസ് എടുക്കുക, 2 ടേബിൾ സ്പൂൺ അലോവേറ ജെൽ എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ സ്കാൽപ്പിലും ഹെയർ റൂട്ട് മുതൽ ഹെയറിൻ്റെ അറ്റം വരെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് മസാജ് ചെയ്ത് ഒരു 45 മിനിറ്റ്സ് ഹെയർ ക്യാപ്പ് ഇട്ട് വെക്കുക. അതിന് ശേഷം മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്ത് കഴുകിക്കളയാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മുടിക്ക് നല്ലൊരു തിളക്കം ലഭിക്കാൻ സഹായിക്കും. മുടിക്ക് നല്ലൊരു കണ്ടീഷണറായിട്ട് ഇവയെല്ലാം പ്രവർത്തിക്കും. ചെറിയ ചെറിയ നരകളുണ്ടെങ്കിൽ മാറാൻ സഹായിക്കും. മുടി സ്ട്രെങ്തൻ ചെയ്യാനും നല്ലതാണ്. ഹെയർ ഫോളിക്കിൾസിനെ ബലപ്പെടുത്താൻ നല്ലതാണ്. മാത്രമല്ല ഹെയറിൻ്റെ മൊത്തത്തിലുള്ള ഒരു ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആവും. ഫ്രിസിനെസ് ഒക്കെ മാറാനും നല്ലതാണ്. ഈ ഒരു ഹെയർ പാക്ക് ഇതിലേതെങ്കിലും ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം പുരട്ടുന്നത് മുടി നന്നായിട്ട് വളരാനും മുടിയുടെ ആ ഒരു ടെക്സ്ചർ മാറാനും ഒക്കെ സഹായിക്കും.